നമസ്കാരം മൈ ലൈഫ് മൈ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് എങ്ങനെ വീട്ടിൽ തന്നെ റിമൂവ് ചെയ്യാം എന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുള്ളൂ. ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് എങ്ങനെയാണ് വരുന്നത്, അത് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നും കൂടെ കാണാം. നമ്മുടെ എല്ലാവരുടെ ഫേസിലും നിറയെ പോസ് ഉണ്ട്, അതേപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. നമ്മുടെ ഫേസിൽ ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഓയിലി ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫേസ് ഒന്നും ക്ലീൻ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓയിലെല്ലാം നമ്മുടെ പോസിൻ്റെ അകത്ത് കയറുകയും അതേപോലെ തന്നെ ഈ പുറത്തുള്ള പൊല്യൂഷനൊക്കെ ഇല്ലേ, ഈ പൊടി പടലങ്ങളൊക്കെ, അതൊക്കെ നമ്മുടെ ഈ പോസിൻ്റെ അകത്ത് കയറിയിട്ട് ഇത് ബ്ലോക്കായി പോകും. അങ്ങനെ ബ്ലോക്ക് ആകുമ്പോഴാണ് നമ്മുടെ ഈ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് വരുന്നത്. കൂടുതലായിട്ടും ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് കാണുന്നത് മൂക്കിൻ്റെ ഈ രണ്ട് സൈഡിൽ, പിന്നെ അതേപോലെ ഇവിടെ 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 ഈ ഭാഗത്താണ് കൂടുതലായിട്ടും ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് വരാറുള്ളത്. അത് നമ്മൾ നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ഫേസിനെ കെയർ ചെയ്ത് വെക്കാതിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്. മസ്റ്റായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസിനെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് നമ്മൾ ഫേസിന് സ്റ്റീം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സോഫ്റ്റ് ക്ലോത്താണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് മൈക്രോ ഫൈബർ ടവൽ ആണെന്ന് തോന്നുന്നുണ്ട്, കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കുക. കോട്ടൺ എടുക്കണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലത്തെ ഇങ്ങനെ സോഫ്റ്റായിട്ട് നമുക്ക് ഫേസൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട്, അതേപോലെ തലയൊക്കെ തുടയ്ക്കാൻ എടുക്കാറുണ്ട്. അങ്ങനത്തെ ഒരു തുണിയാണിത്. നിങ്ങളടുത്ത് ഏതാണോ ഉള്ളത് അതെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ചൂട് വെള്ളത്തിൽ ടവൽ മുക്കിയിട്ട് എവിടെയാണോ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഉള്ളത് അവിടെ ഇങ്ങനെ സ്റ്റീം എടുത്ത് കൊടുക്കുകയാണ്. നിങ്ങളടുത്ത് ഇനിയിപ്പോൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റീം എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്ക്രബിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങേൻ്റെ കുറച്ച് മതി കേട്ടോ, ഒരു 2-3 ഡ്രോപ്പ് മതിയാകും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് തേനാണ്. നാടൻ തേൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ട്രോപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതാണ്, നാച്ചുറൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും കുറച്ചെടുക്കാം. ഇതിന് കറക്റ്റ് ക്വാണ്ടിറ്റി എങ്ങനെ പറയണമെന്ന് അറിയില്ല. നമ്മൾ എല്ലാത്തിൻ്റെയും ഒരു ഈക്വലായിട്ട് എടുക്കുക. ഇപ്പം ചെറുനാരങ്ങ ഒരു 2-3 ഡ്രോപ്പ് മതി, അതേപോലെ തന്നെ 2-3 ഡ്രോപ്പ് മതി നമ്മുടെ തേനും. ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തു എന്നുള്ളൂ. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് എടുക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നല്ലൊരു സ്ക്രബ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഒന്നാണ് കേട്ടോ. അതേപോലെ ഈ 3 കാര്യങ്ങളും നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് പോകാനും പിന്നെ സ്കിന്ന് ഗ്ലോ വയ്ക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തായിട്ട്, ഒരുപാട് മിക്സ് ചെയ്ത് പഞ്ചസാര ഇങ്ങനെ അലിച്ചെടുക്കരുത്. ചെറിയൊരു തരി വേണം. എന്നിട്ട് നമുക്കത് സ്ക്രബ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റീം കൊടുത്ത ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ മൂക്കിൻ്റെ 2 സൈഡിലും മൂക്കിൻ്റെ മേലെയൊക്കെ ആയിട്ട് ബ്ലാക്ക് ഹെഡ്സും ഉണ്ട് വൈറ്റ് ഹെഡ്സും ഉണ്ട്. പക്ഷേ ബ്ലാക്ക് ഹെഡ്സ് ഒരുപാടില്ലെങ്കിലും വൈറ്റ് ഹെഡ്സ് കുറച്ച് കൂടുതലുണ്ട്. ഈ മൂക്കിൻ്റെ അടിയിലൊക്കെ ഉണ്ട്. കാണുമ്പോൾ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടുള്ള ആ ഒരു രീതിയിലാണ് എൻ്റെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളത്. മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ ഉണ്ട് നല്ലോണം. അപ്പോൾ നമുക്ക് എവിടെയാണോ ഉള്ളത് അവിടെ കുറച്ച് നേരം നല്ലോണം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സ്റ്റീമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പോസൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ക്രബും കൂടെ ചെയ്യുമ്പം അത് വേരോടൊക്കെ, അതായത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് വൈറ്റ് ഹെഡ്സ് ഇല്ലേ, അത് വേരോടൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. അതിനാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കഴുകാതെ, നമ്മൾ ഓൾറെഡി സ്റ്റീം എടുക്കാൻ വേണ്ടിയിട്ടൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടില്ലേ, ആ കോട്ടൺ ക്ലോത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതുകൊണ്ട് തന്നെ തുടച്ച് കളയുക, കഴുകണ്ട. അങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പായ പാക്ക് ഇടാൻ പോവുകയാണ്. അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ മുൾട്ടാണി മിട്ടി, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് എടുത്തിരിക്കുന്നത് ലെമൺ പീലിൻ്റെ പൗഡറാണ് കേട്ടോ. നമ്മുടെ ചെറുനാരങ്ങയും ഓറഞ്ചും ഒക്കെ ഇല്ലേ, അതിൻ്റെ ഏതിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ചെറുനാരങ്ങ തോലിൻ്റെയാണ്. നിങ്ങളടുത്ത് ഇനി ഓറഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ അത് പൊടിച്ച് അതെടുത്താലും മതി കേട്ടോ. ഇത് രണ്ടും ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്
ഒക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് വരും നമ്മുടെ ഫേസൊക്കെ. അപ്പം നിങ്ങളിത് എന്തായാലും കണ്ടിന്യൂസ് യൂസ് ചെയ്യുക കേട്ടോ. ഒരു വട്ടം ചെയ്യുമ്പം കുറേയൊക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. എന്നാലത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കത് പൂർണ്ണമാക്കി മാറ്റിയെടുക്കാൻ പറ്റുക. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ ആകുമ്പോൾ നല്ലോണം മിക്സായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും ഈ പാക്ക് ഇടാം കേട്ടോ. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് മാത്രമല്ല ഇത് മാറ്റുക, നമ്മുടെ സ്കിന്ന് ഗ്ലോ വയ്ക്കാനും നമ്മുടെ സ്കിന്നൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാക്ക് ഇടുന്ന സമയത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഏത് ക്രീമാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലോണം ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഇത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ, നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. ഈ ടിപ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഉരയ്ക്കാതെ ഒരു മൈൽഡായിട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ മൂക്കിൻ്റെ ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുക. കാരണം അവിടെയാണ് കൂടുതലായിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് വരിക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും നമുക്ക് ഈ പാക്കും അതേപോലെ തന്നെ സ്ക്രബും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രബ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ ഇതൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു ചീക്കിൻ്റെ ആ ഒരു ഭാഗമില്ലേ അവിടെ ചെയ്യുമ്പോൾ ഭയങ്കര മൈൽഡായിട്ട് വേണം നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ. പിന്നെ അടുത്തത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വീക്കിലി 2 തവണ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് 2 തവണ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീക്കിലി വൺസ് എങ്കിലും മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ കുറച്ചിത് കണ്ടിന്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 നേരം നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഈ ഓയിലൊക്കെ ഭയങ്കരമായിട്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് വരുന്നത്. അപ്പം നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് വരുന്നത് നമുക്ക് തടയാൻ പറ്റും. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും വന്നിട്ട് ഫേസ് ക്ലീൻ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് പൊടിയൊക്കെ നമ്മുടെ ഫേസിലായിട്ടുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും എന്തായാലും ക്ലീൻ ചെയ്യാൻ മറക്കരുത്. ഈ 2 നേരം എന്തായാലും ക്ലീൻ ചെയ്യണം. പോരാത്തത് നമ്മൾ പുറത്ത് പോയിട്ട് വരുന്നതാണ്, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് പൊടി നമ്മുടെ ഫേസിൽ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴും എന്തായാലും ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സോഷ്യൽ മീഡിയയിൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.